എനിക്ക് ഷേർലി മാമിനെ കുറിച്ചൊരു കാര്യം പറയാം. കുറച്ച് ബാക്കിലോട്ട് നിൽക്കോ, കുറച്ച് ബാക്കിലോട്ട് നിൽക്കോ. ആക്ച്വലി ഷേർലി മാം ആയിട്ടുള്ള എൻ്റെ അസോസിയേഷൻ ഇസ് ക്വൈറ്റ് ലോങ് ടേം. ഞാൻ ഒരു ഡാൻസ് പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നെയ്ത്ത് എന്ന് പറഞ്ഞിട്ട് ഹാൻഡ്ലൂമിനെ കുറിച്ചിട്ടുള്ളൊരു ഡാൻസ് പ്രൊഡക്ഷൻ ആയതുകൊണ്ട് ഞാനിങ്ങനെ ഷേർലി മാമിനെ വിളിച്ചു, ഇഫ് യു വുഡ് ലൈക്ക് ടു ബി പാർട്ട് ഓഫ് ദിസ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ഡയറക്റ്റ്ലി അല്ല സംസാരിക്കണത്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഷേർലി മാം എന്നെ വിളിക്കുവാണ് ഇതിൻ്റെ കാര്യം പറയാനായിട്ട്. അപ്പോൾ ഞാൻ എന്താ വിചാരിക്കുന്നത്, ബിക്കോസ് എന്താ പറയുക, ഒരു സ്പോൺസർഷിപ്പ് ഒക്കെ ആണല്ലോ. അപ്പോൾ എന്തെങ്കിലും ടേംസ് അല്ലെങ്കിൽ ഡെലിവറബിൾസിൻ്റെ കാര്യം പറയാനൊക്കെ ആയിരിക്കും വിളിക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ നോക്കുമ്പോൾ ഷെർലി മാം എന്നെ വിളിച്ചിട്ട് ആദ്യം പറഞ്ഞത്, ഞാൻ അതിൻ്റെ വീഡിയോ കണ്ടു, ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ, നിങ്ങൾ എന്ത് രസമായിട്ടാണ് ആ ഹാൻഡ്ലൂം പ്രോസസ്സിനെ ക്യാപ്ചർ ചെയ്തിരിക്കുന്നതെന്നാണ്. ആൻഡ് ഷീ ഓൺലി സ്പോക്ക് അബൌട്ട് ദി ആർട്ട് ആൻഡ് ദ എസ്തെറ്റിക്സ് ഓഫ് ദാറ്റ്, of what we have done, and I was so touched by that. Actually നെയ്ത്ത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ കാണണം, യൂട്യൂബിൽ അടിച്ച് നോക്കണം കേട്ടോ. ഇറ്റ് വാസ് വണ്ടർഫുൾ. ആക്ച്വലി വ്യൂവേഴ്സ് ഓൾ ഓവർ ഇന്ത്യ ദേ അപ്രീഷിയേറ്റഡ്. അവർ വിചാരിച്ച് ഞാനാണ് ഇത് കൊറിയോഗ്രാഫി ചെയ്തതെന്നാണ്. സൈഡിൽ കൂടെ എനിക്ക് ചെറിയൊരു മൈലേജ് ആയിട്ട്, പക്ഷേ അത് വണ്ടർഫുൾ ആണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, കാണാൻ, നിങ്ങൾ അതൊക്കെ പ്രൊമോട്ട് ചെയ്യണം, ഭയങ്കര രസമാണ്. ശരിക്കും എനിക്ക് മനസ്സിലായി ഹൗ ഡീപ്ലി യു ലവ് ദിസ് ആർട്ട് ഫോം, യു നോ, ആൻഡ് ഹാൻഡ്ലൂം ആൻഡ് നെയ്ത്തും എല്ലാം. എവറി ഡേ നമ്മൾ അതിൽ കൂടിയല്ലേ കടന്നു പോകുന്നത്. ഒരു സാരി എടുക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അതൊക്കെ അല്ലേ വരിക. So, and this is a beautiful collaboration. Yeah, thank you. Thank you. So I'm so happy to be here at the launch of this ad, because I know where you're going and I know what your vision is. So I'm waiting for it. നെയ്ത്ത് എടുത്തുകൊണ്ട് ഇതിനോട് അറ്റാച്ച് ചെയ്തുള്ള പരിപാടി തന്നെയാണല്ലോ ഇത്. Yes, exactly. അങ്ങനെ ഞങ്ങൾ നെയ്ത സാധനങ്ങളാണ് ഇവിടെ നമ്മുടെ കടയിലേക്ക് വരുന്നത്. സോ അതിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് പുറത്ത് ചെയ്യാൻ പറ്റിയത് തന്നെ ഭയങ്കര ഗോഡ് ബ്ലെസ്സിങ്. സോ മോള് വന്നത് ഭയങ്കര സന്തോഷം. ഇയാൾക്കും സന്തോഷം. ജിനു, ഒബ്വിയസ്ലി ജിനു, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ന്യൂയോർക്കിൽ വെച്ച് നടത്താനുള്ളൊരു കാരണം ഞാൻ പറഞ്ഞായിരുന്നു മുമ്പേയും. അവിടെയുള്ള കൂടുതൽ NRI ബ്രൈഡ്സിന് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അവർക്ക് ആകപ്പാടെ വെപ്പറുള്ള ഒന്നത്, അവർ ആ ബദറിൽ നിന്നും അല്ലെങ്കിൽ ഉറക്കം ഒക്കെ മാറി ഇവിടെ വന്നു വരുമ്പോൾ അവരൊത്തിരി ഇൻസ്റ്റയിലൊക്കെ തപ്പിയിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ അതിനേക്കാളും കൂടുതൽ വെറൈറ്റി ഉണ്ട്. അപ്പം നമുക്ക് കടയിൽ അത് കാണാൻ പറ്റുന്നുണ്ട്, അവരുടെ ആ ടെൻഷൻ. അപ്പം നമ്മൾ അവരുടെ സ്ഥലത്ത് ന്യൂയോർക്കിൽ ചെന്നിട്ട് അല്ലെങ്കിൽ US അല്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും ഒരു കൺട്രി, ഈവൻ ന്യൂയോർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൺട്രിയിൽ നിന്ന് വരുന്ന, യൂറോപ്പിൽ നിന്നാണെങ്കിലും വരുന്നവർക്ക് ഗേൾസിന് നമ്മുടെ ഒരു ആഡ് അങ്ങനെ ഒരു സെറ്റപ്പിൽ കാണുമ്പോൾ തന്നെ അവരെ മെൽറ്റ് ചെയ്ത് പോകുന്ന പോലെയാണ്. അയ്യോ ഇത്രയും സിമ്പിളായിരുന്നോ, ഇവിടെ വന്നു ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാമല്ലോ എന്നുള്ള ഒരു ഫീൽ. അപ്പോൾ അത് വരുത്താനും അത് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ഒരു തോട്ട് ഞങ്ങൾക്ക് വന്നത്. ആക്ച്വലി ലിയയും വിഷയം സംസാരിക്കാൻ വന്നപ്പം പല ടാസ്ക് ഞാൻ ഇട്ട് കൊടുത്തു. അവസാനം ലാസ്റ്റ് ഞാൻ ചോദിച്ചത് നമുക്ക് ടൈം സ്ക്വയറിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചാടി പറഞ്ഞാൽ പിന്നെന്താ നമുക്ക് ചെയ്യാലോ എന്ന് പറയും. ഐ ഡിഡ്ന്റ് നോ. എനിക്ക് പക്ഷെ അത് അറിയില്ലായിരുന്നു. ഞാൻ വെറുതെ ചോദിച്ചതാ. അപ്പോൾ പറഞ്ഞു പിന്നെന്താ നമുക്ക് ചെയ്യാമോ. അന്ന് തുടങ്ങിയതാണ് അതിന് വേണ്ടിയുള്ള വർക്കിംഗ്. പക്ഷേ ഇറ്റ് വാസ് നൈസ് ആൻഡ് വി ഡിഡ് ഇറ്റ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് നമുക്ക് കാണാം അങ്ങനെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. Thank you. For the night also.